നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോക്കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പം നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഞാനത് ഞാനായിരുന്നു അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്. പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കായുടെ ജഡ്ജ്മെൻറ്റ് അൺബിലീവബിൾ ആണ്. ഞാനത് ഒരിക്കലും ഞാനത് മമ്മൂക്ക ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് മമ്മൂക്കായുടെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ. അല്ല, മമ്മൂക്ക എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യാന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത്. എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പേർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അയാളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ കെട്ടിടണൻ്റെ മാലാഖയ്ക്ക് ശേഷം എത്രയോ പേരുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കണ്ടേ. എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നിസാമിന്റെ കാര്യങ്ങളാണ് റോഷാക്കിലെ, അത് അടിപൊളിയാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ബോഡി ലാംഗ്വേജ് ആൻഡ് സൈലൻസ്. അതിന്റെ ആ ഒരു ഈ കണ്ണ് കണ്ടിട്ട് ഭയങ്കര സംഭവമായിരുന്നു. മാറ്റ് ഡാമൻ അല്ല, ടോം ഹാർഡി, ബാറ്റ്മാൻ ബിഗിൻസിൽ. അത് ശരിയാണ്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്നൊരു രഹസ്യമാണ് അത്. കാരണം എനിക്ക് ബാറ്റ്മാൻ ബിഗിൻസിൽ ഇദ്ദേഹം ചെയ്തിട്ട് അപ്പം നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അപ്പം നിസാം വന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ, ഞാൻ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പം നിസാമും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ്റെ റൈറ്ററാണ് സമീർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റാണ് പറയുന്നത്. 2 മണിക്കൂർ ഇരുന്ന് ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു. അപ്പോൾ മറ്റേ ക്യാരക്ടർ എന്തായാലും മമ്മൂട്ടിയാണ്. അപ്പോൾ അത് ഞാനല്ലാതെ മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അത് ദിലീപാണ് എന്ന് പറയുന്നത്. അപ്പം ദിലീപ് എന്തിനാണ്? കാര്യം ശബ്ദമില്ല, മുഖമില്ല, രൂപം കാണുന്നില്ല, അവസാനം മുഖം മൂടി മാറ്റുന്നൊരു സീൻ പോലെ അതിൻ്റെ അത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞു തന്നെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു ആക്ടർ ചെയ്യണം. അതും ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു ബോഡി ഡബിളിനെയോ ഒരു സ്റ്റണ്ട്മാനെയോ വെച്ച് ചെയ്യാനായിരുന്നു. പക്ഷെ ഒരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് നിസാം പറഞ്ഞു. നിസാം അത് പറയണമെങ്കിൽ അതിൻ്റെ അകത്തൊരു കാരണം ഉണ്ടാവും. കാര്യം ഞാൻ കെട്ടികളാണെൻ്റെ മാലാഖയിൽ നിസാമിൻ്റെ കോൺഫിഡൻസ് ഞാൻ കണ്ടതാണ്. ശരിക്കും നമ്മൾ ഈ റിൻസിയുടെ അടുത്ത് സ്ലീവാച്ച ലാസ്റ്റ് ബെഡിലിരുന്ന് പറയുന്ന ഡയലോഗ് കഴിഞ്ഞിട്ട് ആ സീനിൽ ആക്ച്വലി 4 പേജും കൂടെ ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു 1:30 മണിക്കാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഷോട്ട് വരെ എടുത്തു കഴിഞ്ഞപ്പോൾ നിസാം എന്നെ വിളിച്ച് 1 മിനിറ്റ് ഒന്ന് വാനിറ്റിയിലേക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ സ്പോട്ട് ഇട്ട് റഫ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്രയല്ലേ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇനി ഇത് വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മിനിറ്റ് സ്റ്റക്കായി. ഞാൻ ചേട്ടാ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലടാ എനിക്ക് ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, എന്നാൽ ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാം, ഇനി എഡിറ്റ് കഴിയുമ്പോൾ ആവശ്യം വന്നാൽ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പറഞ്ഞു, എനിക്കിത് വേണ്ട, എന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്, എൻ്റെ സിനിമയ്ക്ക് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വെച്ച് പാക്കപ്പ് ചെയ്തു. അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിസാമിന്. അപ്പം നിസാം വന്നിട്ട് ഒരിക്കലും എൻ്റെ അടുത്ത് വെറുതെ ഒരു കാര്യം പറയില്ല എന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് അത് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ ഇത് കൊള്ളാം എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്യുന്നു, അത് ആ മോമൂടി ഇട്ടിരുന്നത് ആസിഫ് അലിയാണ് എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് കണ്ടിട്ട് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ അത് വലിയൊരു അംഗീകാരമായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞോടാ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്, അപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ചോയ്സസ് ഓഫ് സിനിമകളിൽ റിഫ്ലക്റ്റ് ചെയ്യും പല സമയത്തും. ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും കുട്ടികൾ വരുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് വരുമ്പോൾ ചില സമയത്ത് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൈവേർട്ടായി പോകും.
അതുപോലെ ഈ കിളിബോയ് അത് അത്യാവശ്യം കണ്ടിട്ട് എൻജോയ് ചെയ്തു. കിളിബോയ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോണർ മൂവി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യണം എന്നായിരുന്നില്ല. വലിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ക്രോസ് ജോയിന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പടം കഴിഞ്ഞപ്പോൾ ഒരു ജോയിന്റ് വലിക്കാൻ മുട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ചില സിനിമകളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഹണിബി 2 പ്ലാൻ ചെയ്യുന്ന ഹണിബി 2ൻ്റെ വേറെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ശരിക്കും. അപ്പം അത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇനി ഈ അടികൂടി വലിയ പരിപാടിയായിട്ട് വരുവാണെങ്കിൽ സെൻസർഷിപ്പ് തന്നെ കിട്ടൂല എന്നുള്ള രീതിയിലാണ്. പിന്നെയാണത് മാറി. അത് ജീൻ വേറൊരു സിനിമയായിട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ അത് ഹണിബി 2 ആയിട്ട് മാറിയത്. ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ഈ വൈബ് പടം എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. അത് എനിക്കൊന്നും കാസർഗോഡ് ഏകദേശം അങ്ങനത്തെ ഒരു കാസർഗോഡിന് ആ ഒരു ഉണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു കുറച്ച് വൈൽഡ്നെസ് ഉണ്ട്. ഒരു സൈക്ക് ആണ് ആ പടം. പിന്നെ കുറച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ സോ കോൾഡ് കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള എല്ലാ എലമെന്റ്സും ഉള്ളൊരു പടമാണ്. ഞാൻ നിലത്ത് നിൽക്കാത്തൊരു പടമാണ്. അതിൻ്റെ ഒരു പേസ് ഭയങ്കരമാണ്. ഇനി മൃദുലിനെ അറിയാമല്ലോ, മൃദുലിൻ്റെ ഒരു ഭ്രാന്ത് കൃത്യമായിട്ട് ആ സിനിമയിലുണ്ട്. പിന്നെ അതിൻ്റെ ഷൂട്ടും ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 75 ഡേയ്സ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പയ്യന്നൂരിൽ നിന്ന് പോയിട്ട് ജോസ്ഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയുമോ, അതിൻ്റെ മേളിലൊരു 12 ദിവസം ഞങ്ങൾ ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാത്രി വിത്ത് റെയിൻ. അപ്പോൾ ഈ ജോസ്ഗിരിയിൽ അവിടെ ആകുമ്പോഴത്തേക്ക് ഒരു 15-12 ഒക്കെ ആവും രാത്രി തണുപ്പ്. പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു ഫൈറ്റ് സീക്വൻസ് കമ്പോസ് ചെയ്ത് അത് റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിന് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും തണുത്ത് വിറച്ച് നമ്മളിങ്ങനെ നിൽക്കുന്നു. കട്ട് പറയുമ്പോൾ ഡ്രൈ ക്ലോത്ത്സ് കൊണ്ടുവരുന്നു, ചട്ടി കൊണ്ടുവരുന്നു, നമ്മൾ ഫുൾ ഉണങ്ങുന്നു. ഒന്ന് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സർ ഷോട്ട് റെഡി ഞാൻ വീണ്ടും ആദ്യം മഴയത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടീമുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം സണ്ണിയാണേലും വിനായകൻ ചേട്ടനാണെങ്കിലും ദീപക്കാണെങ്കിലും എല്ലാവരുടെയും ഒരു ഇതുവരെ കാണാത്തൊരു ഷെയ്ഡ് ആ സിനിമയിൽ വരുന്നുണ്ട്. വിനായകൻ ചേട്ടനെ ശരിക്കും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന രീതിയെ കൊണ്ടൊക്കെ ആയിരിക്കും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് അത്. അദ്ദേഹം ഇപ്പോൾ ലൊക്കേഷനിൽ ഷൂട്ടിന് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ എന്നൊന്നും നമുക്ക് ആർക്കും ഒരു എക്സ്പീരിയൻസും വിനായകൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അയാൾ ഭയങ്കര അയാളിടുന്ന എഫേർട്ട് കാണണം. അതിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിൻ്റെ അടുത്ത് മൂപ്പര് പറഞ്ഞത് ഇത് മറ്റേ ഡിഷും ചവിട്ട് പഞ്ച് ബ്ലോക്ക് അതല്ല സാർ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലിറ്ററലി ഒരു 30 സെക്കൻഡ്സ് റോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും മാറി നിന്ന് ഛർദ്ദിച്ച് അത്രയും കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു റിതം ഉണ്ടാവും, അതിനൊരു കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേത് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഇയാൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൈ പിടിച്ച് തിരിക്കുക, അതിനിടുന്നത് ശരിക്കും ആക്ച്വൽ ഫൈറ്റിന് കൊടുക്കുന്ന അതേ മസിൽ പവറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മാറി നിന്ന് ഛർദ്ദിക്കുക. അപ്പം ഞാൻ ചേട്ടൻ പ്രാന്തോടെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ പൃഥ്വിരാജും കുഞ്ചാക്കോനും ഒക്കെ വേണ്ടാന്ന് വെച്ച സ്ക്രിപ്റ്റുകൾ എടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് വരുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ സ്വന്തമായിട്ടൊരു സ്പേസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ, ഒരു 8-7 വർഷത്തിനുള്ളിൽ. അപ്പം ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ കാണുന്നത്? പ്രൗഡാണോ അതോ ഇനിയും ഒരുപാട് പോകാനുണ്ട്? അല്ല, അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് അല്ല. ഇനിയിപ്പോൾ ഇവര് ചാക്കോച്ചൻ എൻ്റെ ഒരു സീനിയർ ബാച്ച് വേണ്ടാന്ന് വെക്കുന്ന സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. കാര്യം എൻ്റെ ബെഞ്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇപ്പോൾ ഉള്ള എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ്സ് എഴുതാൻ തുടങ്ങിയത്. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആ സമയത്ത് വരാൻ തുടങ്ങി.
അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ വന്നു. നല്ല സിനിമകൾ ചെയ്യുന്ന ആളുടെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരും അതുപോലെ ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് എഫേർട്ട് ഇട്ടിട്ട് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യാനും ചെയ്യിക്കാനും അല്ലെങ്കിൽ ചാൻസസ് ചോദിക്കാനും ഒക്കെ തുടങ്ങി. മറ്റേതൊരു മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും നോ പറയാൻ പഠിച്ചത് നിവിൻ പറയുന്നത് കണ്ടിട്ടാണ്. നിവിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്, ഇപ്പം നിവിനൊരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഏത് ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വലിയ ഡയറക്ടറാണെന്ന് പറഞ്ഞാലും നിവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിവിൻ നോ പറയും. അത് എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു. കാര്യം എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് നമുക്കൊരു പടം ചെയ്താലോ കമോൺ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അത് മാറിയത് ശരിക്കും നിവിനെ കണ്ടുപഠിച്ചിട്ടാണ്. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സിനിമകൾ വേണമെന്ന് തോന്നിയത് ദുൽഖറിൻ്റെയും ഫഹദിൻ്റെയും സിനിമകൾ കണ്ടതിന് ശേഷമാണ്. ഫഹദിൻ്റെ സിനിമകൾ കണ്ടപ്പോഴാണ് അഭിനയത്തിൽ കുറെ കൂടെ എഫേർട്ട് ഇടണമെന്ന് തോന്നിയത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് ഇതിനെല്ലാം ഒരു വ്യത്യാസം വരാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാനൊരു മടിയനായിട്ട് വളരെ മോശം സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരാളായി മാറിയേനെ. അത് ഈ കോമ്പറ്റീഷൻ വന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമായി. അവര് സീനിയേഴ്സ് ആണ്, അത് അവർക്ക് മനസ്സിലാവും. നോ പറയും മനസ്സിലാവും. ആദ്യത്തെ എൻ്റെ ഫിയർ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരോട് നോ പറയാൻ മടിച്ച് ഞാൻ മുങ്ങി നടക്കുമായിരുന്നു, ഫോൺ എടുക്കാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു നോക്കണം, നമുക്ക് വേറൊരു സിനിമ നോക്കാം. അത് ആ ധൈര്യം ഒക്കെ കിട്ടിയത് ഇവൻച്വലിയാണ്. അത് ആദ്യം ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഞാൻ കേൾക്കാത്ത കഥയ്ക്ക് എനിക്ക് അഡ്വാൻസ് ഇട്ട് തന്നിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം മനസ്സിലാക്കി മാറ്റുമ്പോൾ സമയമെടുത്തു. ഈ കൂടെ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറെ എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ലാൽ സാറിൻ്റെ കൂടെയാണ് പോകുന്നത്. ലൈക്ക് അനീബി ആണെങ്കിലും ഒഴിമുറി, ഇഷ്ടംപോലെ സിനിമയുണ്ട്. അതുപോലെ ബീച്ചേട്ടനും അങ്ങനെ കുറെ സിനിമകൾ. സോ പുള്ളിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലാൽ സാറിന് ഇപ്പം അവർ സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞാൽ അവർ മലയാള സിനിമയുടെ ഒരു എറ ഉണ്ട് അവരുടെ എക്സ്പീരിയൻസ്. അത് അദ്ദേഹം സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും, ഇപ്പം രാവിലെ ലൊക്കേഷനിലേക്ക് ഒരു 10 മണിക്ക് ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് 10:05 കഴിഞ്ഞാൽ ലാൽ സാറ് ടെൻഷനാണ്. അതൊക്കെ ഇപ്പോഴും ലാൽ സാറ് ഫോളോ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് രാത്രി ചിലപ്പോൾ ഒരു 11 മണിക്കൊക്കെ ലാൽ സാറ് വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയടാ നീ ഒന്ന് വീട്ടിലേക്ക് വാ, നമുക്കൊന്ന് സ്ക്രിപ്റ്റ് വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സിനിമയോട് അദ്ദേഹം കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അടിപൊളിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടെ അഭിനയിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഉള്ളൊരു സ്പേസ് പുള്ളി റെസ്പെക്റ്റ് ചെയ്യും. അപ്പം അത് ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലാൽ സാറായിട്ട് ഞാനിങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മനുവിനെ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ എൻ്റെ അടുത്ത് മൂപ്പരും ആശിക്കും കൂടെയാണ് പറഞ്ഞത്, നീ അഭിനയിക്കാൻ ട്രൈ ചെയ്യരുത്, ഈ ക്യാരക്ടർ നീ ആണിത് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലാൽ സാറിൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് എനിക്ക് ഒരിക്കലും അത് ഒരു പണ്ട് ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സിദ്ദിഖ് ലാലാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്കൊരു ഭയങ്കര ഒരു ഫാമിലി ലൈക്ക് റിലേഷനാണ് ലാൽ സാറായിട്ട് എപ്പോഴും ഉള്ളത്. അത് ഗ്രാജുവലി അത് ജീൻ്റെ കൂടെ പടം ചെയ്തപ്പോഴാണെങ്കിലും പിന്നെ ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്. എഗെയിൻ ബിജു മേനോൻ്റെ കൂടെ ചെയ്യുമ്പോഴും എനിക്ക് അനുരാഗ് കരിക്കമള്ളം ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ അച്ഛനും മോനായിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ് ആ സിനിമയിലത്. അങ്ങനെ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ ആ കാര്യത്തിൽ. ഒരുപാട് ഇപ്പം ലാൽ സാറിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ കൂടെ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യമായ സ്ക്രീൻ സ്പേസ് കിട്ടാതിരുന്നിട്ടുള്ളൂ. ബാക്കി ഒരുമാതിരി പിന്നെ ദിലീപേട്ടനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാവരുമായിട്ടും ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്.